ക്രിസ്മസ് യുദ്ധവിരാമത്തിൻ്റെ കഥ. 1914 ക്രിസ്മസ് സന്ധ്യ. ലോകമഹായുദ്ധം മാസങ്ങളോളം തുടരുകയായിരുന്നു. രണ്ടു വശത്തുമുള്ള സൈനികർ, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ജർമ്മൻ സൈനികർ എല്ലാവരും തന്നെ ക്ഷീണത്തിലും ഭീതിയിലുമായിരുന്നു. എന്നാൽ തണുത്ത ആ രാത്രിയിൽ അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു. ആ ഇരുട്ടിൽ ബ്രിട്ടീഷ് സൈനികർ ജർമ്മൻ സൈനികരുടെ താവളത്തിൽ നിന്ന് ഒരു പാട്ട് കേട്ടു. സൈലന്റ് നൈറ്റ്, ഹോളി നൈറ്റ്. ജർമ്മൻ സൈനിക താവളത്തിന് മുകളിലായി മെഴുകുതിരികൾ തെളിഞ്ഞു. ആശ്ചര്യത്തോടെയും ആകാംക്ഷയോടെയും ബ്രിട്ടീഷ് സൈനികർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താമസിയാതെ അവരും അവരുടെ കരോൾ ഗാനങ്ങൾ പാടി. മണിക്കൂറുകൾക്ക് മുമ്പ് പരസ്പരം കൊല്ലുവാനായി വെടിവച്ചിരുന്ന രണ്ടു കൂട്ടരും ഈ ക്രിസ്മസ് പാട്ടുകൾ പാടുന്നതിൽ ഒന്നായി തീർന്നു. അടുത്ത ദിവസം രാവിലെ ക്രിസ്മസ് ദിനത്തിൽ ജർമ്മൻ സൈനികർ മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് താവളത്തിൽ നിന്ന് പുറത്തു വന്നു. അവർ ഇരു കൂട്ടർക്കും സ്വന്തമല്ലാത്ത യുദ്ധമേഖലയുടെ മധ്യത്തിൽ ഒത്തുചേർന്നു. അവർ പരസ്പരം കൈകൊടുത്തു, ചോക്ലേറ്റും സിഗരറ്റും പങ്കുവച്ചു, ഫോട്ടോകൾ എടുത്തു, ചെറിയ സമ്മാനങ്ങളും കൈമാറി. ചിലർ കുടുംബചിത്രങ്ങൾ പരസ്പരം കാണിച്ചു. ചിലർ ഐസ് പിടിച്ച മണ്ണിൽ ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചു. മറ്റു ചിലർ മരിച്ച സൈനികരെ ബഹുമാനത്തോടെ സംസ്കരിച്ചു. ആ ഒരു വിശുദ്ധ ദിനത്തിൽ ശത്രുക്കൾ സഹോദരങ്ങളായി മാറി. ഒരു ബ്രിട്ടീഷ് സൈനികൻ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: സ്വർഗത്തിൽ നിന്ന് സമാധാനം ഇറങ്ങി വന്ന് ഞങ്ങളെ മൂടിയ ദിനമായിരുന്നു എന്ന്. ക്രിസ്മസ് രാത്രി അവസാനിച്ചതോടെ യുദ്ധവിരാമവും അവസാനിച്ചു. പിറ്റേ ദിവസം വീണ്ടും യുദ്ധം തുടങ്ങി. എന്നാൽ ആ ഒരു ദിവസം, ക്രിസ്മസ് ദിനം, ഒരു യുദ്ധഭൂമി മനുഷ്യത്വത്തിൻ്റെ സ്ഥലമായി മാറി. 1914 ഈ ക്രിസ്മസ് യുദ്ധവിരാമം യേശുവിൻ്റെ ജനനം ഈ ലോകത്തോട് എന്ത് പറയുന്നു എന്നതിൻ്റെ ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണ്. ഭയവും വൈരാഗ്യവും നിറഞ്ഞ സൈനിക താവളങ്ങളിൽ പോലും ക്രിസ്തുവിന്റെ വെളിച്ചം വെറുപ്പിന്റെ ഇരുട്ട് തകർക്കും. ക്രിസ്മസ് നമ്മോട് പറയുന്നു, അസാധ്യമാണെന്ന് തോന്നുന്നിടങ്ങളിലും സമാധാനം സാധ്യമാണ്. ആശയങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിലും വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുന്നെങ്കിലും അപരന്റെ മനുഷ്യാവകാശം വിലപ്പെട്ടതാണ്. ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും ചെറിയ കാരുണ്യ പ്രവൃത്തികൾക്ക് മുറിവുകൾ സുഖപ്പെടുത്താനാകും. ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന്റെ കണക്കുകൂട്ടുകൾക്ക് എതിരാണ്. ക്രിസ്മസിന് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ എവിടെയാണ് സമാധാനം സ്ഥാപിക്കേണ്ടത്? ഞാൻ ക്ഷമിക്കേണ്ടതായ എൻ്റെ ശത്രു ആരാണ്? പുഞ്ചിരിച്ച് ഒരു ആശംസ നേരാനും അനുരഞ്ജനത്തിന് വരിയൊരുക്കാനും എനിക്കാകുമോ? ഈ കഥ നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ മക്കളാണ് തങ്ങളെന്ന് അംഗീകരിക്കുന്ന സാധാരണ മനുഷ്യരിൽ നിന്നാണ് സമാധാനം ആരംഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും വീടുകളിലും ബന്ധങ്ങളിലും പിറക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ പോൾ മൊറേലി.